BMW 820 വാൾവ് ഡോർ പാക്കിങ് മാറിയതാണ്. 6 കയറ്റിയിട്ടുണ്ട്. ഇത് ഓയിൽ വാൾവ് ഡോർ പാക്കിങ് ലീക്കാകുന്ന കംപ്ലയിൻറ്റ്. വാൾവ് ഡോർ ഇളക്കണമെങ്കിൽ വാൾവ് ഡോർ ആദ്യം നമ്മൾ ഇളക്കി കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കയറ്റുന്നത് ഈ ടെണ്ണിൻ്റെ ഈ സൈഡിൽ, സെൻറ്ററിൽ, ഈ സൈഡിൽ ഇത്രയും ബോൾട്ടുണ്ട്. പിന്നെ ബാക്കിൽ 3 ബോൾട്ടുണ്ട്. ഈ സെയിം സൈസിലുള്ള 3 ബോൾട്ട് ഇളക്കിയെടുക്കാൻ. ഇത് ഇളക്കുന്ന മുമ്പ് കോമൺ ഡ്രൈവ് ഇളക്കണം, ഇഞ്ചക്ടർ ഇളക്കണം, ഇഞ്ചക്ടറിൻ്റെ പൈപ്പ് ഇളക്കണം. ഇവിടെ സെൻസറുണ്ട്, ക്യാം സെൻസർ ഇവിടെയാണ് വേണം, അത് ഇളക്കണം. ഈ സൈഡിലൊരു കവറുണ്ട്, ആ കവർ. ഇതിൽ സൈലൻസിൻ്റെ O2 സെൻസറിൻ്റെയൊക്കെ കപ്ലർ ഇളകുന്നുണ്ട്. ആ കപ്ലർ ഇളക്കി ഒന്ന് നീക്കണം. ഇതിനാണ് ഇളക്കേണ്ടത്. ഇത് നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇളക്കണം. ഇപ്പോൾ വാൾവ് ഡോർ ഇളക്കി കയറ്റിയിട്ടുണ്ട്. അടുത്ത കോമൺ ഡ്രൈവിലാണ് കയറ്റാനുള്ളത്, അത് നോക്കാം. ബാക്കി ഇഞ്ചക്ടറും കോമൺ ഡ്രൈവിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചക്ടറിന് 2 കപ്ലറാണ്. ഇവിടെ ഒന്ന്, ഇത് 10-ൻ്റെയാണ്. ഈ 19-ൻ്റെ പൈപ്പാണത്. ഇതും ഈ 10 ഇഞ്ചക്ടറിൻ്റെ 4 ബോൾട്ടും. പിന്നെ 8 ഹോസ്. പിന്നെ 8 ഹോസ് ഇളക്കണം. പിന്നെ ഇവിടെ ക്യാം സെൻസർ, ഇവിടെ വേണം ക്യാം സെൻസർ 6 ഈ 6. ഈ കവറിൻ്റെത് T30 4 മതി. ഇവിടെ 2, ഈ സൈഡിൽ 2, ഇവിടെ ഒന്ന് ഈ കപ്ലർ കൊടുക്കണം. ഇവിടെയാണ് കൊടുക്കേണ്ടത് വാൾവ് ഇളക്കാൻ വേണ്ടി. പിന്നെ ഈ പാനിൽ ഇളക്കിയെടുക്കണം. മുകളിലത്തെ ഈ പാനിൽ ഇളക്കിയെടുത്താലേ വാൾവ് പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ടോട്ടൽ ബോഡി മാനിഫോൾഡുകളായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ കൂളർ, ടോട്ടൽ ബോഡിയുടെ കൂളർ. ഇതാണ് എൻ്റെ ബോഡി കപ്ലർ. ഇളകി ക്ലീൻ ചെയ്യണം. ഇളകി ക്ലീൻ ചെയ്യണമെങ്കിൽ T30 2 ബോൾട്ടുണ്ട്. പിന്നെ ഈ കൂളർ ഇളക്കണമെങ്കിൽ അലങ്കിയാണ്, 6-ൻ്റെ അലങ്കിയാണ്. ഇവിടെ ഒന്ന്, അതിൻ്റെ അകത്ത് ഒന്ന്, 3 ബോൾട്ടുണ്ട്. പിന്നെ 45-ൻ്റെ T45-ൻ്റെ 2 ഉണ്ട്. ഇത്ര ഇളക്കി കഴിഞ്ഞാൽ ഈ ബോഡി ഇളക്കിയെടുക്കാം. കൂളർ ഇളക്കിയെടുക്കാം. PGR-ൻ്റെ കൂളറാണത്, ഇളക്കിയെടുക്കാം. ഇതാണ് എൻ്റെ മാനിഫോൾഡ് ഇളക്കണമെങ്കിൽ 10-ൻ്റെ ബോൾട്ടാണ്. 20 ബോൾട്ട്. 1, 2, ഈ 2 താഴെയാണ് വരുന്നത്. പിന്നെ ഒരു 3 ബോൾട്ട് മുകളിൽ വരും. 10-ൻ്റെ 1, 2, 3 മുകളിൽ വരും. പിന്നെ ഇതിളക്കി ക്ലീൻ ചെയ്യുന്നതെങ്കിൽ വാൾവ് ഇളക്കി വാൾവ് ഇളക്കി ഈ ലോക്കാണ്. ഈ ലോക്ക് ഇളക്കണം. ഈ ലോക്ക് ഇളക്കി പിന്നെ ഇത് ബോഡി സെൻസർ ഇളക്കും. ഈ 3 T30 3 ഇളക്കി സെൻസർ ഇളക്കിയിട്ട് വേണം ഇത് ഇളക്കാൻ. ഇതിലൊരു വാൽവുണ്ട്, പിടുത്തമുണ്ട്. അതൊരു പിടുത്തമുണ്ട്. ഇവിടുത്തെ അങ്ങനെയാണ് വരുന്നത്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഈ ബോഡിയാണ്. അതിൻ്റെ കൂടെ കാണുന്ന ബോസാണ്. അതും ഒരു 30 1, 2, 3 30 കാരണം T30. പിന്നെ 2 10 വരും. 2 10, ഈ 2 10 ഈ 2 10 വരണത് ഇതിലാണ് വരണത്. അത് കൂടലിൽ വരണത് 2 10. പിന്നെ ഈ അല്ലെങ്കിൽ ഫ്ലവർ വരണത് മാനിഫോൾഡിലാണ് വരണത്. മാനിഫോൾഡ് ഇവിടെയാണ് വരണത്. പിന്നെ ഇതിൻ്റെ കൊള്ളോട്ട് വേണ ഹോസാണ്, ഇൻലെറ്റ് ഹോസാണ്. ഇതൊക്കെ കൊണ്ടുവരുന്നത് ബോഡി മാനിഫോൾഡ് വരണ ഹോസാണ്. ഇത്രയാണ് ഇളക്കിയെടുക്കേണ്ടത്.